Hallelujah. Hallelujah. I thank God for this wonderful opportunity that God has given to us. ഈ നല്ല സമയം കർത്താവ് കൊടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Lord is good. കർത്താവ് നല്ലവനാണ്. This is my second last session here with all of you. എല്ലാവരോടും എനിക്കിത് രണ്ടാമത്തെ സെഷനാണ്. Second last session ആണ്. Second to last session ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ സഭയെ പറ്റി ഒരല്പം രണ്ട് വാക്ക് പറയാൻ ഇതുവരെ സമയം എടുക്കാൻ വിട്ടുപോയി. I have not taken the time to share even a little bit about my church back home. ഡൽഹിയിലെ ലാജ്പത് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ആരാധന നടക്കുന്നത്. Our worship takes place in a place called Lajpat Nagar in Delhi. 11 വർഷത്തിന് മുമ്പ് ഈ സഭ തുടങ്ങാനായിട്ട് കർത്താവ് ഒരു ഇൻസ്പിറേഷൻ തന്ന് ഒരു ലീഡിംഗ് തന്ന് അങ്ങനെ തുടങ്ങിയതാണ്. God gave us the leading 11.5 years ago and the inspiration to start this ministry. തുടങ്ങിയപ്പോൾ ആരുമില്ലായിരുന്നു മെമ്പേഴ്സ്. എന്നാൽ കർത്താവ് പിന്നെ ആളെ കൂട്ടി അങ്ങനെ ഇപ്പോഴൊരു 150-200 പേര് വരുന്ന ഒരു കൂട്ടമാണ്. At that time we had no people, no members, but by God has grown the church. Now we have 150 to 200. അത് എല്ലാം ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. And they are all Hindi speaking locals. എല്ലാം ഫസ്റ്റ് ജനറേഷൻ ബിലീവേഴ്സ് ആണ്. And they are all first generation believers. കർത്താവ് ശക്തമായിട്ട് അവിടെ തന്റെ വേല ചെയ്യുന്നു. God is moving and finishing his work powerfully there. ഞങ്ങൾ വളരെ അപ്സൈഡ് ഡൗൺ സിറ്റുവേഷനിലൂടെ ഒക്കെ പോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് വിശ്വസനായി നിന്ന് തന്റെ വേലയെ ഞങ്ങളുടെ നടുവിൽ തികച്ചു. We have gone through situations that are essentially upside down, but God stood with us and has completed his work. Praise the Lord. Amen. അവിടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ ഒരു ട്രാക്ട് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ട ആളുകൾ വരുന്നതാണ് സുവിശേഷ പ്രചരണത്തിനുള്ള രീതി എന്ന് പറയുന്നത്. As you know, we are not able to publicly give out tracts or evangelize. People are hearing by word of mouth and they are coming into the church. അതോടൊപ്പം ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംഭവിച്ചത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. And another important thing is the influence of social media. അംബാനി ഒക്കെ ഡിജിറ്റൽ ഇത് വളരെ കുറച്ചുകൊണ്ട് വന്നപ്പോൾ ഇന്റർനെറ്റ് വളരെ ഈസി ആക്കിയപ്പോൾ അത് ഒരു വലിയ കർത്താവിന്റെ വചനം പ്രചരിക്കാനുള്ള ഒരു പ്രധാന മാധ്യമമായിട്ട് മാറിയിരിക്കുകയാണ്. When Mr. Ambani began to reduce the cost of internet and internet became more accessible, God has used that for the gospel to go forth. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചെന്നെത്താൻ കഴിയാത്ത വ്യക്തികളുടെ പ്രൈവറ്റ് റൂമിൽ അവരുടെ ഫോണിനകത്ത് നമ്മുടെ മെസ്സേജസ്, നമ്മുടെ ടെസ്റ്റിമണീസ് ഒക്കെ ചെന്നെത്താനായിട്ട് കർത്താവ് സഹായിക്കും. Through that, God is helping us to reach places that we would never be able to reach into people's private rooms through their cell phones. അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇവിടുത്തെ എനിക്കറിയത്തില്ല ഒരു 6-7 മണിക്കൂർ ഒരു സാധാരണ ആവറേജ് മനുഷ്യൻ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. I don't know about here, but in India an average person spends about 6 to 7 hours on their phones. So ഈ സമയത്ത് ഇവാഞ്ചലിസത്തിന്റെയും ദൈവത്തിന്റെ വചനം അവരിലൂടെ ചെന്നെത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമമായിട്ട് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. And in these times the internet has become a great tool for us to bring the gospel to them, and we are taking much effort to use that. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. I request you to please pray. ഇതുവരെയും സോഷ്യൽ മീഡിയയ്ക്ക് ഒന്നും ഇന്ത്യയിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഉപയോഗിക്കപ്പെടുകയാണ്. Thus far there are no restrictions for the gospel through social media, and so we are using that. പ്രാർത്ഥിക്കുക, ഡൽഹിയിലെ സഭ വളരുന്നതിന് വേണ്ടി, അനേകർക്ക് അതൊരു അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി. Please pray that the church in Delhi would grow and that it would be a blessing to many. Amen. Isaiah chapter 49, I want to speak with you this evening time. യെശയ്യാവിന്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. This is the second servant song that we can see in the book of Isaiah. നമ്മൾ യെശയ്യാ പുസ്തകത്തിൽ കാണുന്ന രണ്ടാമത്തെ പാട്ടാണ്, ദാസന്റെ പാട്ടാണ്. ഒന്നാമത്തെ നമുക്ക് കാണാൻ കഴിയുന്ന is in chapter 42. നമ്മൾ ആദ്യം കാണുന്ന പാട്ട് 42-ാമത്തെ അധ്യായത്തിലുണ്ട്. Second servant song എന്ന് പറയുന്നത് chapter 49-ലാണ്. And the second servant song that we read about is in chapter 49. നാം ഇന്ന് വൈകുന്നേരം വളരെ ശ്രദ്ധിച്ച് ഈ അധ്യായം മുഴുവനും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാൻ പോവാ. This evening we are going to be very focused and go through the entire chapter quickly. എന്നാൽ അത് നിങ്ങൾ എന്നോട് കൂടെ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങണം. But you need to stand with me and I want you to think in the way that I'm
leading you to ഇത് think. നിങ്ങൾ പല പ്രാവശ്യം മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ ഇൻസൈറ്റ്, ഒരു പുതിയ റെവലേഷൻ ഇന്ന് വയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. You may have read this chapter many times, but I believe the Holy Spirit has a new insight, a new light, and a new revelation. I'm confident of that. വചനത്തിൽ ഉള്ളത് തന്നെ, നേരത്തെ എഴുതപ്പെട്ടിരുന്നത് തന്നെ, പക്ഷെങ്കിൽ നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാകും കർത്താവ് വളരെ ശക്തമായിട്ടുള്ള ഒരു ദൂത് നമുക്ക് അറിയിച്ചു തരികയാണ്. It is indeed the written word of God, and it is something you know, but there is a word and a message for you this evening. സോ ഐസയ 49 നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Before we go into Isaiah 49, let's pray for a Lord, we minute. thank you for your beautiful presence here. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. Lord, we thank you that you are walking among us. ഞങ്ങളുടെ മധ്യയിൽ കർത്താവ് ഉലാവുന്നതിനായി നന്ദിയോടെ. We thank you, Lord, that the presence of the Holy Spirit like a wind is blowing over this place. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഒരു കൊടും കാറ്റിനെ പോലെ അടിക്കുന്നതിനായി നന്ദിയോടെ. We thank you, Lord, that you are bringing transformation, change, and you are making known your heart to us. കർത്താവേ, ദൈവത്തിന്റെ ഹൃദയം ഞങ്ങൾ അറിയുവാനും ഞങ്ങളുടെ അകത്ത് അത് മറുരൂപമായി തീരുവാനും കർത്താവ് ഇടയാക്കുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്റെ ദൂതിനെ, തന്റെ ഹൃദയത്തെ ഞങ്ങൾക്ക് അറിയിച്ചു തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Lord, we thank you that you are declaring your message to us this evening. ഇന്ന് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ മനസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ വൈരഭാവവും, എല്ലാ പിശാചിന്റെ പ്രവർത്തികളും യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Right now we cancel and rebuke every thought of the enemy, every disturbing work of the enemy that resists the message and the word of God this evening. മനസ്സുകളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന, ശരീരത്തെ ബന്ധനത്തിലിട്ടിരിക്കുന്ന എല്ലാ പൈശാചിക ഏരിയകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞ് ജനം സ്വതന്ത്രരാകുന്ന രാത്രിയാണ്. Every realm of the enemy that is binding the mind and the heart be broken tonight, and that the people ഇന്ന് രാത്രിയിലെ സൗഖ്യത്തിന്റെ ദിവസമാണ്. may tonight be the night of healing. ഇന്ന് രാത്രിയിലെ വിടുതലിന്റെ ദിവസമാണ്. This is the night of deliverance. ദൈവത്തിന്റെ വചനം വളരെ ശക്തിയോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന ദിവസമാണ്. This is the night where the word of God moves powerfully, enlightening us this അങ്ങനെ തന്നെ evening. അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആമേൻ. We thank you that you've done it in Jesus' name. Amen. Chapter 49 ഐസയ. 49-ാമത്തെ അധ്യായം. ഒരാള് അതിന്റെ ആദ്യത്തെ 3 വാക്യം ഒരുമിച്ച് വായിച്ചാട്ടെ. Somebody please read the first 3 verses together. ആമേൻ. ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. You are my servant, O Israel, in whom I will be glorified. ഈ ഇസ്രായേലിന്റെ ദാസൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വചനം, This word that begins with the term Israel is my servant. അദ്ദേഹം പറയുന്ന തന്നെ പറ്റി, ഈ വിളിയെ പറ്റി, ഈ നിയോഗത്തെ പറ്റി താൻ പറയുന്നത്, ഞാൻ ജനിച്ചതിന് മുമ്പേ അവൻ എന്നെ വിളിച്ചതാണ്. He declares concerning himself that I was called by God even before I was born. ജനനം മുതലേ അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്. He has called me by name from the time of my birth. അവൻ എൻ്റെ വായെ നല്ല മൂർച്ചയുള്ള വാളാക്കിയിരിക്കുകയാണ്. He has made my mouth a sharp sword. അവന്റെ കൈക്കകത്ത് അവൻ എന്നെ മറച്ചു വെച്ചിരിക്കുകയാണ്. He has covered me in the shadow of his hands. ഒരു നല്ല മൂർച്ചയുള്ള അമ്പ് പോലെ അവൻ എന്നെ ആ ക്യുവറിനകത്ത് വെച്ചിരിക്കുകയാണ്. He has kept me as a polished shaft in his quiver. എന്നിട്ട് അവൻ പറയുകയാണ്, യഹോവയായ ദൈവം എന്നോട് പറഞ്ഞു, യു ആർ മൈ സെർവന്റ്. And here he says, the Lord God Yahweh called out and said, you are my servant. നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ എൻ്റെ മഹത്വത്തെ കാണിക്കും. You are my servant and I will be glorified in you. ആമേൻ. ഇവിടെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടത്തെ, ഒരു ദേശത്തെ പറ്റി കർത്താവ് പറയുകയാണ്. One thing is very explicit here is that this message is being written concerning the people of Israel. എന്നാൽ ഈ വചനം, ഈ അധ്യായം ഇതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, അതിലുപരിയായിട്ടുള്ള ആഴങ്ങളിലേക്ക് ദൈവം ഇവിടെ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഇവിടെ കൊടുക്കുകയാണ്.
But as we go into the depth of this word, we can understand that there is a superior truth and a revelation that is deeper than that. കാരണം ഈ അധ്യായത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം യേശു കർത്താവിനെ പറ്റി പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പ്രോഫസി ആയിട്ട് പിന്നീട് ഇതിനെ എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. Because we can see that later on this is used as a prophetic word talking about the birth of Jesus Christ the Savior. മശിഹായെ പറ്റിയുള്ള ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ആയിട്ട് ഇത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. We can see that this becomes a prophetic announcement concerning the Messiah. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ 14-ാം വാക്യത്തിൽ വരുമ്പോൾ In the same way, when we come to chapter വീണ്ടും അവിടെ 14, സിയോൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. we can also see that the term Zion is used in that verse. അപ്പോൾ ഇവിടെ മശിഹായെ പറ്റിയും സിയോനെ പറ്റി ഇസ്രായേലിനെ പറ്റിയും ഇന്റർമിംഗിളായിട്ടുള്ള ഒരു പ്രൊഫസിയാണ്. And so this is a prophecy that intermingles the Messiah, Zion and Israel. അതായത് യെശയ്യാവിന്റെ കാലത്തില് അത് നിറവേറ്റപ്പെടേണ്ട ഒരു പ്രവചനമായിട്ടും It is a word that needs to be fulfilled in the time of യേശു Isaiah. കർത്താവിന്റെ ജീവിതത്തിലൂടെ നിറവേറ്റപ്പെടേണ്ട ഒരു പ്രവചനമായിട്ടും അത് വെളിപ്പെടുകയാണ്. And it is revealed as a prophecy that ought to be fulfilled in the life of Jesus. എന്നാൽ അവിടെയും അത് നിൽക്കുന്നില്ല. But it doesn't stop there. യേശുവിന്റെ ശരീരമായ സഭയെ പറ്റിയുള്ള ദൂതായിട്ടും ഇത് വെളിപ്പെടുന്നത് It നമുക്ക് is കാണാൻ also കഴിയും. revealed as a prophetic word concerning the body of Christ, the church. ഒരു വിശ്വാസി യേശുവിന്റെ സഭയുടെ അംഗമായതുകൊണ്ട് അവനെ പറ്റിയുള്ള ദൂതമായിട്ടും ഇത് വെളിപ്പെട്ടു വരുന്നത് കാണാൻ When a കഴിയും. believer becomes a member of the church, this is a prophetic word concerning that individual as well. അതായത് ഒരു 3-4 ഡയമെൻഷൻ ലെയറിൽ ഈ പ്രോഫറ്റിക് വേർഡ് ആണ്. And so this prophetic word is revealed in 3 to 4 dimensions. അപ്പോൾ ഈ ആദ്യത്തെ തുടക്കത്തിലെ 3 വാക്യത്തില് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ പറയുന്ന വ്യക്തി, ദാസൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന വ്യക്തി താൻ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോഴേ തന്റെ വാക്കുകളെ മാറ്റുകയാണ്. And this man of God who confidently declares concerning himself in the first 3 verses changes his tune in the later verses. യഹോവ എന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ വിളിച്ചു, ജനനത്തിൽ എൻ്റെ പേര് വിളിച്ചു, എന്നെ അവന്റെ കൈക്കരികിൽ മറച്ചു വെച്ചു, ഞാൻ അവന്റെ ദാസനെന്ന് എന്നെ പറ്റി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള തന്റെ ഒരു ജീവിതത്തിലെ ഒരു വിഷയം വെച്ച് താൻ സംസാരിക്കുന്നതും കാണാൻ കഴിയും. After declaring that God called me, I am in his hands, I am an arrow in his quiver, now he moves on to talking about something negative concerning himself. 4-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. Let's read verse 4 first. ഞാൻ എൻ്റെ ശക്തിയെ വെറുതെ നിഷ്ഫലമായി ചെലവഴിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത്രയും മതി. 14-ാം വാക്യം കൂടെ വായിച്ചോട്ടെ. Let's go to verse 14 as well. സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. Zion said, the Lord has forsaken me and the Lord has forgotten അതായത് me. വളരെ കോൺഫിഡന്റ് ആയിട്ട് ദൈവത്തിന്റെ വിളിയിലും ദൈവത്തിന്റെ അനോയിന്റിങ്ങിലും ദൈവത്തിന്റെ നിയോഗത്തിലും വളരെ കോൺഫിഡന്റ് ആയിരുന്ന ഈ വ്യക്തി ജീവിതത്തിന്റെ വർത്തമാന സമയത്തിലെ ചില പ്രതിസന്ധികൾ കണ്ടിട്ട് പറയുകയാണ് 14-ാം വാക്യത്തില്, യഹോവ എന്നെ മറന്നു കളഞ്ഞു. This man who begins this passage with such confidence, having met some tribulations in his life, is now declaring that the Lord has forgotten me. നമ്മുടെ ജീവിതത്തില് ചില സമയങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ കർത്താവിന്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. We are a people who have heard the clear voice of God in particular moments of life. അങ്ങനെ കേട്ടതുകൊണ്ട് നാം അവന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചതാണ്. And it was because we heard that voice that we surrendered to him in his presence. നാം അവന്റെ കയ്യിൽ നമ്മെ തന്നെ ഉപയോഗപ്പെടാൻ വേണ്ടി തക്കതായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണ്. And we began to give our lives over to the hands of God to be used by God. എന്നാൽ ജീവിതത്തിന്റെ ചില പ്രത്യേക സമയങ്ങൾ വരുമ്പോൾ ആ പ്രതിഷ്ഠയും ആ പ്രത്യാശയും ആ ദൂതുകളെല്ലാം വെറുതെ ആയിപ്പോയി എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരാറുണ്ട്. But sometimes we have a small thought in our heart when we meet some tribulations in life that all those things that I experienced were in vain. 4-ാമത്തെ വാക്യത്തിൽ ഇദ്ദേഹം പറയുന്നത് എന്റെ പരിശ്രമം വ്യർത്ഥമായി എന്നാണ്. In verse 4 he says, I have labored in vain. എന്റെ ശക്തി ഞാൻ വെറുതെ ഉപയോഗിച്ചെന്നാണ്. I have used my strength in vain. അതായത് ദൈവം
ദൈവത്തെ അതിന്റെ കാരണക്കാരൻ എന്ന് പറയാതെ എന്റെ പരിശ്രമം വിഫലമായി പോയി എന്ന് അദ്ദേഹം പറയുകയാണ്. Instead of pointing out to the Lord as the person at fault, he is saying all that I have done has come to nothing. ദൈവമാണ് എന്റെ കഷ്ടപ്പാടിന്റെ കാരണമെന്ന് ആ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നില്ല. He is not putting a reason and saying that God is at fault for my എന്നാൽ problems. പറയുന്നത് എന്റെ ജീവിതത്തിലെ ഈ പ്രസന്റ് മൊമെന്റ് അത് ഒരു റിസൾട്ടും ഇല്ലാത്ത മൊമെന്റ് ആണ്. But he says my present moment in life is a resultless, fruitless moment. അവിടെ അതാരാണ് പറയുന്നതെന്ന് വ്യക്തമാക്കാതെ ഞാൻ പറഞ്ഞെന്നാണ് പറയുന്നത്. ബട്ട് ഐ സെഡ്. Instead of pointing out the specific person, he says I am declaring മലയാളത്തിൽ concerning എന്തോ 4-ാം myself. വാക്യത്തിൽ എങ്ങനെയാ പറഞ്ഞത്? ഞാനോ. ഹല്ലേലൂയ. He uses the term I. പ്രവാചകൻ തന്നെ പറ്റിയല്ല പറയുന്നത്. He is not talking about himself. 4-ാം വാക്യത്തിൽ പ്രവചനദൂതിലെ മശിഹ തന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക മൊമെന്റിനെ പറ്റി തന്റെ പരിശ്രമത്തെ പറ്റി ഒക്കെ പറയുന്നത് പോലെ അവിടെ നമുക്ക് തോന്നും. You will have the feeling that the Messiah is speaking concerning himself as he goes through some pressing എന്നാൽ times. താന് ദൈവത്തെ യഹോവയെ അതിന്റെ കാരണക്കാരനായിട്ട് ചൂണ്ടിക്കാട്ടുന്നില്ല. But he is not pointing out God as the person at fault for that എന്നാൽ moment. 14-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. But when we come to verse 14, he is much more clear. സിയോൻ ഇപ്രകാരം പറയുന്നു. Zion said. സിയോൻ എന്താ പറയുന്നത്? The Lord has forsaken me. What is Zion saying? കർത്താവ് എന്നെ മറന്നു കഴിഞ്ഞു. The Lord has forgotten me. കർത്താവ് എന്നെ മറന്നു കഴിഞ്ഞു. പറയുന്നത് അതിന്റെ കാരണം ദൈവമാണ്. അവൻ എന്നെ മറന്നു. And he's saying that God has forgotten me. ഇവിടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. There is a change in perspective. മനുഷ്യര് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിലെ പ്രയാസത്തിന് കഷ്ടപ്പാടിന് കാരണമായിട്ട് ദൈവം തന്നെ സഹായിക്കാത്തതാണ് കാരണമെന്ന് പോയിന്റ് ഔട്ട് He ചെയ്യുകയാണ്. is pointing out that as he goes through his tribulations, that the person at fault and the person causing the problems is God. നമ്മൾ 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഓഫ് ദ മെസ്സേജിൽ വരാം. എന്നാൽ 14 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ നോക്കാം. Let me focus on verse 14 onwards and I'll come back to verse 4. അപ്പൊ സിയോൻ ഇങ്ങനെ ദൈവം എന്നെ മറന്നു കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ When Zion said that the Lord has forgotten me, ദൈവത്തിന്റെ ആത്മാവ് സിയോനോട് സംസാരിക്കുകയാണ്. now the Holy Spirit is speaking to Zion. ഇങ്ങനെയാണ് പറയുന്നത് 15-ാം വാക്യത്തിൽ. In verse 15 the following is Can a written, mother forget the baby at her breast and have no compassion on the child she has born? Though she may forget, I will not forget you. ആരെങ്കിലും മലയാളത്തിൽ വായിച്ചു? അപ്പോഴേ സിയോന്റെ ഒരു വർത്തമാന സമയത്തെ ഒരു മാനസിക അവസ്ഥയെന്ന് പറയുന്നത് ഒരു വളരെ ലോ ലെവലിലാണ്. അവിടെയാ ദൈവം പറയുന്നത് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരിക്കലും ഇല്ലെന്ന് അതിന്റെ ഉത്തരം. അത് മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. the mental and the emotional state of Zion at this point is at a very low point, and at that point God is asking, can a woman forget her nursing child? Even if she does, I will ദൈവം not. പറയുകയാണ് നീ നിന്റെ ദൈവത്തെ സംശയിക്കുന്നത് നീ നിർത്തണം. God is telling Zion, you need to stop doubting your God. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എത്ര ഡയർ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും നീ ഒന്ന് മനസ്സിലാക്കണം, നിന്റെ ദൈവം നിന്നെ മറക്കത്തില്ല. No matter how dire your situations might be, you need to know that your God can never forget you. അവിടെയാണ് 16-ാം വാക്യത്തെ വീണ്ടും പറയുന്നത്. വായിച്ചാട്ടെ. We read again in verse 16. ദൈവം പറയാണ് നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. God is saying I have inscribed you on the palm of my ദൈവം പറഞ്ഞു hands. വെക്കുന്നത് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. God is saying you are my beloved. നീ ജനക്കൂട്ടത്തിൽ ഒരുവനല്ല. You are not just one among many. നീ കരയുമ്പോ നിലവിളിക്കുമ്പോ മാത്രം ഞാൻ നിനക്ക് വന്ന് പാല് തരുന്നവനായ ഒരു അമ്മയെ പോലെയല്ല. I'm not just like a mother who brings you a drink when you are crying. You are personally important to me. നീ എനിക്ക് വളരെ ശ്രേഷ്ഠമാണ്. നീ ഈ ലോകത്തിൽ വേറെ ആരും ഇല്ലാത്തതുപോലെ നീ എനിക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. Your picture is engraved in the palm of my hand. I'm letting you know that you are engraved on the palm of my hands because
because I love you as if no one else existed. ദൈവത്തിന്റെ ആത്മാവ് തന്റെ സഭയോട് തന്റെ ജനത്തോട് പറയുന്ന ഈ വചനം ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ 2-3 പ്രാവശ്യം ഈ വിഷയം വന്നു. ഞാൻ വളരെ അടിവരയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ആ മൊമെന്റുകൾ എന്തായിരുന്നാലും ഒന്ന് തിരിച്ചറിയണം. എൻ്റെ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല, അവൻ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ എന്നോട് കൂടെയുള്ളവനായ ദൈവമാണ്. എൻ്റെ ചിത്രത്തെ അവൻ തൻ്റെ കൈയിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നത് പോലെ ഞാൻ പ്രിയപ്പെട്ടവനാണ് അവന് വേണ്ടി. No matter how dire your situation might be, you need to remember today, your face is engraved on the palm of his hands. He is not a God who will forget you, nor a God who can forsake you. 17-ാം വാക്യം 18-ാം വാക്യം ഒന്ന് വായിച്ചേ. Let's read verse 17 and 18. Yes. 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 അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകന് ആ പ്രവാസത്തിലേക്ക് പോയ യഹൂദരെ നോക്കിയാണ് ഇത് പറയുന്നത്. We understand something here. The prophet Isaiah is talking about those who are traveling through their exile. ഈ യഹൂദന്മാരെ, ഇസ്രായേലിയരെ, അവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരെ ചിതറിച്ചു കളഞ്ഞിരുന്നു. These Israelites had been scattered into the various parts of the world. അപ്പൊ അങ്ങനെയുള്ള ചില സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ടാണ് സിയോൻ പറഞ്ഞത് ദൈവം എന്നെ മറന്നെന്ന്. And looking at the difficult moments of those captivity and exile periods, Zion is calling out, God has forsaken. ഒരു മൊമെന്റിലെ ലോ ടൈമിൽ പറഞ്ഞതല്ല, അനേക സംവത്സരങ്ങൾ നീണ്ടു നിന്ന കഷ്ടപ്പാടിന് മേലെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് സിയോൻ പറയുന്നത് ദൈവം എന്നെ മറന്നു. Zion is not speaking based on a single moment of being low, but going through years of exile and captivity. എന്നാൽ അവിടെയും ദൈവത്തിന്റെ ആത്മാവനോട് പറയുകയാണ്, നിന്റെ പുത്രന്മാരെ വളരെ പെട്ടെന്ന് they are hastening back to you. And now the Lord says your sons will make haste to return. ഓ, നിന്റെ ദേശത്തെ നശിപ്പിച്ചവർ അവൻ നിന്നെ വിട്ടുപോകുന്ന നീ കാണാൻ പോകുകയാണ്. You're about to see the destroyers of your land departing from you. നിന്റെ കണ്ണ് ഉയർത്തി നീ ചുറ്റുപാട് നോക്ക, നിന്റെ മക്കൾ നിന്റെ അടുക്കലേക്ക് വരുന്നത് നിനക്ക് കാണാം. Lift up your eyes, look around and see, and you will see your children returning back to ഈ you. സമയത്ത് ഈ സഭയോട് അല്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാൻ വേണ്ടി പോകുകയാണ്. I'm going to call out a prophetic word even though it is not specifically to you as a church. ഉത്തര ഭാരതത്തിൽ ദൈവത്തിന്റെ സഭയെ മുടിച്ചു കളയുന്ന രീതിയിൽ, അതിനെ നശിപ്പിച്ചു കളയുന്ന രീതിയിൽ ഇന്ന് ഉയരുന്ന ശക്തികളെ മാറ്റിക്കളയുന്ന ഒരു ദൈവപ്രവൃത്തി ഈ വരുന്ന നാളുകളിൽ ഉത്തര ഭാരതത്തിൽ വെളിപ്പെടുന്നതായിട്ട് നാം കാണാൻ പോകുകയാണ്. You're about to see the hand of God moving in North India, bringing into submission every power of the enemy seeking to destroy the church. ദൈവത്തിന്റെ സഭകളെ നശിപ്പിച്ചു കളയുകയും ദൈവത്തിന്റെ ദാസന്മാരെ ജയിലിൽ ഇട്ടുകളയുകയും ചെയ്യുന്ന ദേശാധിപതിയ ശക്തിയെ മാറ്റിക്കളയുന്ന ഒരു ദൈവ പ്രവൃത്തി ഈ വരുന്ന നാളുകളിൽ ഉത്തര ഭാരതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുകയാണ്. Every power of the enemy that seeks to destroy the church and imprisons the pastors is about to be brought down by the mighty hand of God. എനിക്കറിയാം ഈ കഷ്ടപ്പാടിന്റെയും ഈ പ്രശ്നത്തിന്റെയും ഈ പെർസിക്യൂഷന്റെയും നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവ സ്വർഗത്തിലിരിക്കുന്ന യഹോവയായ ദൈവം എന്ന് കാണിച്ചുകൊണ്ട് ആ സഭയെ മുടിക്കുന്നവരെ മാറ്റിക്കളയുന്ന ഒരു ദൈവ പ്രവൃത്തി വരുന്ന നാളുകളിൽ വെളിപ്പെടാൻ പോകുകയാണ്. As I'm standing here in your presence, I can tell you that the hand of God, the work of God is about to be revealed to remove every destroyer out of North India in Jesus' name. നിങ്ങളുടെ ശബ്ദം ഒന്ന് മുഴക്കി ആ വചനത്തെ ഒന്ന് ഭാരതത്തിന്റെ മേലൊന്ന് ഡിക്ലെയർ ചെയ്താട്ട്, ഉത്തര ഭാരതത്തിന്റെ മേലൊന്ന് ഡിക്ലെയർ ചെയ്താട്ട്, യുപിയുടെ മേലൊന്ന് ഡിക്ലെയർ ചെയ്താട്ട്, യുപിയുടെ മേലൊന്ന് ഡിക്ലെയർ ചെയ്താട്ട്, ഛത്തീസ്ഗഡിന്റെ മേലൊന്ന് ഡിക്ലെയർ ചെയ്താട്ട്, മധ്യപ്രദേശിന്റെ മേലൊന്ന് ഡിക്ലെയർ ചെയ്താട്ട്. മധ്യപ്രദേശ് ഏകാഠാല മാഠാലാരോ Ola Brahmaya Shambrava Mama. Those who make your land waste, they will depart from you. നിന്റെ ദേശത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരും നിന്നെ വിട്ടു മാറുന്നത് നീ കാണും. Those who laid you waste will depart from you. നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന എല്ലാവരും മാറും. Hallelujah. Yes, hallelujah.
ദൈവസഭ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. The church needs to pray for us. പ്രാർത്ഥിക്കണം. You need to pray. ഡൽഹിയിൽ നിന്ന് Yes. ബോർഡർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞ യുപിയിലോട്ട് കേറുമ്പോ തന്നെ അന്തരീക്ഷം മാറുകയാണ് അവിടെ. When you go and cross the border out of Delhi into UP, you will see a change in atmosphere. ഡൽഹിയിൽ നിന്ന് നോയിഡയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. When you go from Delhi to another place, you will see that there is no freedom to worship. അവര് സിസ്റ്റമാറ്റിക്കലി സഭയെ അവർ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്ന ഒരു They are അന്തരീക്ഷം. systematically seeking to destroy the church. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ മുസഫർ നഗർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിന് ഓവർ നൈറ്റ് വേറെ എവിടെങ്കിലും ഒക്കെ പോയി സ്റ്റേ ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. There is a man of God who works with us that he had to flee overnight to a different place. റെഗുലർ സമയത്ത് ആരാധന നടത്താൻ കഴിയുന്നില്ല. അതിരാവിലെ പോയി ആരാധന വീട്ടിൽ നടത്തിയിട്ട് അവര് ആളുകളൊക്കെ ഉണർന്നു വരുമ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് പോകും. They are not able to conduct church at a regular time. In the early morning hours they conduct it and leave before everyone wakes ദൈവസഭ up. വളരുകയാണ്. രക്തസാക്ഷികളുടെ രക്തത്തിന്റെ നടുവിലും ദൈവത്തിന്റെ സഭ വളരുകയാണ്. എന്നാൽ there is coming a time when the Lord will make these people who are working against the church of God to depart from that kind of an activity. Even though there are martyrs, in the midst of the bloodshed of the martyrs, the church is growing. Hallelujah, hallelujah, hallelujah. Hallelujah. 18-ാം വാക്യത്തിൽ പറയുകയാണ്. In verse 18 we read. വായിച്ചേ ഒന്ന്. Let's read. ആമേൻ. അത്രയും മതി. ഇനി 20-ാം വാക്യം വായിച്ചാട്ടെ. Let's also read verse 20. മുമ്പോട്ട് വായിച്ചു. അപ്പൊ ആ വാക്യങ്ങളിലൊക്കെ കാണുന്നത് ഇസ്രായേല്യ മക്കള് അവര് പ്രവാസത്തിലായിരുന്നവര് അവര് പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ്. We read an incident where all the captives are returning in these verses. സിയോൻ പറയുകയാണ്, ഇസ്രായേൽ പറയുകയാണ്, ഞാൻ ഇവരെ ഒന്നും പ്രസവിച്ചില്ലല്ലോ, ഇവർ എവിടുന്ന് വന്നു? Zion is saying, I never gave birth to these. Where did these come from? ഞാൻ രാവിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ കാറ്റടിക്കുമ്പോൾ ചില സ്ഥലത്ത് നിന്ന് അവര് വരണ്ടെന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് പോലും അവരെ എടുത്തുകൊണ്ട് വരുന്ന ഒരു I told you this morning, when the wind of God begins to blow, even those that don't want to come along, the wind will carry them in. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ സമയത്ത് ദൈവസഭയ്ക്ക് വേണ്ടി all over the world ദൈവം ചെയ്യാൻ പോകുകയാണ്. God is about to do such a work for the church all over the world. ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. The Holy Spirit is about to bring people into the church. നിങ്ങൾ പറയും, ഞങ്ങൾ ഇതിനു വേണ്ടി അധ്വാനിച്ചില്ലല്ലോ. You might say, we never labored for this. നിങ്ങൾ പറയും, നിങ്ങൾ ഇതിനു വേണ്ടി അധ്വാനിച്ചില്ലല്ലോ. You might say, I never labored for this. You will say in your heart that it was in my bereavement time, where who gave birth to these children. എൻ്റെ ദുഃഖ സമയത്തിൽ ഞാൻ പ്രസവിച്ചില്ലാത്ത ഈ മക്കൾ തിരിച്ചു വരുന്നു. Who bore me these? 21 verse 1. I was bereaved and barren, I was exiled and rejected. Who brought these up? Amen. ഇവരെ ആരാണ് കൊണ്ടുവന്നതെന്ന്? I was left alone. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. Hallelujah. എന്നാൽ ഈ സമയത്ത് ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി ഒരു പേഴ്സണലി ഒരു വാക്ക് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. In this time I want to tell you something personally. നിങ്ങളെ ഒരു വിഷയത്തെ പറ്റി ഇതെങ്ങനെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ല എന്ന് വിചാരിച്ചത് സൈഡ് വെച്ച ഒരു കാര്യം. There are things in your life that you have set aside thinking that these are impossible and ദൈവത്തിന്റെ cannot be. ആത്മാവ് നിങ്ങൾക്ക് അതുവേണ്ടി പോസിബിൾ ആക്കുമ്പോൾ, But when the Holy Spirit makes those things നിങ്ങളുടെ possible, വായിൽ ഒരു എക്സ്ക്ലമേഷൻ ഉയരാൻ പോകുകയാണ്, ഞാൻ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത് പോലെ നിർത്തിയിരുന്നല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? You are about to exclaim with shock, I stopped laboring for this, but how did it come forth? ഇസ്രായേൽ പറയുന്നത് പോലെ I was bereaved and barren, I was exiled and rejected. Who brought these up? Amen. That was the cry of Israel. അങ്ങനെ പറയുന്ന ടെസ്റ്റിമണി വരുന്ന അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുകയാണ്. God is about to do such an experience in each and every one of your lives.
യുദ്ധം യഹോവയുടേതാണെന്ന് മനസ്സിലാക്കുക. You need to understand that the battle belongs to the Lord. നീ അവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ അതിനെ ഏറ്റെടുത്തെന്ന് നീ മനസ്സിലാക്കുക. When you handed it over to God, He took it into His hands. നീ അവനോട് പറഞ്ഞിട്ട് നീ മറന്നായിരിക്കാം, എന്നാൽ അവൻ മറന്നിട്ടില്ലെന്ന് നീ മനസ്സിലാക്കുക. You may have forgotten, but God has not forgotten what you handed over to Him. ഒരു ചെറിയ ടെസ്റ്റിമണി. One small എന്റെ testimony. ആദ്യത്തെ മകന്റെ ജനന സമയം 17 വർഷത്തിന് മുമ്പ് 17 years ago, when my firstborn was born, ഞാനും വൈഫും കൂടെ മെറോളി എന്ന് പറയുന്ന സ്ഥലത്ത്, അതിനകത്ത് ഏറ്റവും ഇന്റീരിയർ ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. we were staying in a very interior portion of a city. എന്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. I had a small bike. ഞാൻ ആ ബൈക്കിൽ എന്റെ 6 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫിനെ പുറകിലിരുത്തി ഡ്യൂട്ടിയിൽ നിന്ന് അവളെ കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പയ്യനുണ്ടല്ലോ, ഒരു ഉണക്ക തേങ്ങ ഞങ്ങൾ പോയ വഴിയിലോട്ട് ഇങ്ങനെ ഇട്ടു. As I was driving that motorbike, my wife, who was 6 months pregnant, was seated in the back, and there was a kid who threw a dry അവളെ coconut. സേഫ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇന്റൻഷൻ എന്റെ മനസ്സിൽ. അതുപോലെ തന്നെ ടാർ ഇടാത്ത ലെവൽ അല്ലാത്ത ഒരു റോഡിൽ കൂടെ, ഒരു ഇങ്ങനെ ഉയർന്നും താണുള്ള റോഡിൽ കൂടെ പോകുന്ന സമയത്താണ് ഈ പയ്യൻ ഇങ്ങനെ ഒരു സാധനം ഇട്ടത്. My desire was to bring her home safely, but I'm going in a very difficult road. At that moment, a dry coconut was thrown by a boy. പയ്യൻ ഇങ്ങനെ എനിക്ക് എന്നെ നോക്കിയിരിക്കുന്നത് പോലെ, ഞാൻ അങ്ങോട്ട് വന്നതും അല്ല, അവൻ ഇങ്ങനെ അങ്ങോട്ട് വിട്ടു. Almost as if he was waiting for me to approach, he rolled it against us. അപ്പൊ നമുക്കറിയാം പിന്നെ എന്നാ സംഭവിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ മറിഞ്ഞു വീണു. You all know what would have happened. We both fell off the ഞാനങ്ങ് bike. വളരെ പേടിച്ചു പോയി. I became very afraid. അവിടെ നിന്നിച്ച് ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. I stood up and I prayed one prayer. കർത്താവേ, ഈ കുഞ്ഞ് വെളിയിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു 4-വീലർ വണ്ടി തരണം. Lord, when this child comes out, Lord, you need to give me a vehicle. ഒന്നേ പ്രാർത്ഥിച്ചുള്ള അതങ്ങ് വിട്ടു കളഞ്ഞു. That was my prayer and I forgot about it. കുഞ്ഞിന്റെ ജനനമായി അത് കഴിഞ്ഞ് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വണ്ടിയൊന്നും വേണ്ടായോ? After the child was born, somebody came and asked us, do you not need a vehicle? ഞാൻ പറഞ്ഞു വേണം, പക്ഷേ പിന്നെ അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. So I said, we need it, but we don't have the finances അപ്പൊ for ആ it. ദിവസങ്ങളിൽ ബീഹാറിൽ മിനിസ്ട്രി ചെയ്യുന്ന ഒരു തമിഴിയൻ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വന്നിരുന്നു. At that time, there was a Tamil pastor who was working in Bihar. അപ്പൊ അദ്ദേഹം ആ ശുശ്രൂഷയിൽ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ ലോർഡ് സപ്പറിന്റെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് വെളിയിൽ പോയപ്പോൾ അദ്ദേഹം എന്നെ മീറ്റ് ചെയ്തു. After the Lord's Supper was completed, the man of God from Bihar approached me. അദ്ദേഹം വന്നിട്ട് എന്റെ കയ്യിൽ ഒരു ഓഫറിംഗ് തന്നു. He gave me an offering into my hands. അതായത് 17-18 വർഷത്തിന് മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് അദ്ദേഹം എന്റെ കയ്യിൽ ഒരു 20,000 രൂപ നോട്ട് കെട്ടുകൾ തന്നു. I'm talking about 17-18 years ago. He gave me in cash 20,000 rupees. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓഫറിംഗ് ആ സമയത്ത് ആരും തന്നിട്ടില്ല. At that time, no one had given me such an offering. ഞാൻ ആകപ്പാടെ ചോദിച്ചു, ഇത് കർത്താവ് തന്നെ പറഞ്ഞിട്ട് തരികയാണോ എന്നൊക്കെ ഞാനൊന്ന് ഇരുത്തി പുള്ളി പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞിട്ട് തന്ന എന്ന് പറഞ്ഞ് ഞാനങ്ങ് വാങ്ങിച്ചു. I even asked him, did the Lord actually tell you to do this? And he said yes. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക. ഇങ്ങനെ എത്ര പേര് 20,000 വെച്ച് തന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റും? And so as we were sitting there and talking amongst ourselves, how many more people need to give us 20,000 like this for us to buy a vehicle? അപ്പൊ ഞങ്ങളൊരു കാര്യം വിചാരിച്ചു, അതിലും നല്ലത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 20,000 കിട്ടിയതിനെ ഒരു വിത്തായിട്ട് അങ്ങ് ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്ന ഏറ്റവും നല്ലത്. So then we decided, let's take the 20,000 that we were given and sow it back into the kingdom. അപ്പൊ അടുത്ത ദിവസം രാവിലെ സിറ്റി വൈഡ് ആയിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ദേവദാസനെ കണ്ടുപിടിച്ച്, അദ്ദേഹം നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. So we found a man of God who's doing a citywide ministry. We gave the offering to him, prayed and left. എനിക്ക് അറിഞ്ഞുകൂടാ ഒരു മാസം പോലും എടുത്തോന്ന്. എന്നാൽ കർത്താവ് അതിനകത്ത് എന്റെ കയ്യിൽ നിന്ന് കാശ് ഇടാതെ എനിക്ക് അന്ന് എന്റെ ഫാമിലിയെ കൊണ്ട്, എന്റെ കൊച്ചിനെ കൊണ്ട് യാത്ര ചെയ്യത്തക്ക രീതിയിൽ ഒരു വണ്ടി കർത്താവ് എനിക്ക് അന്ന് തന്നു. I don't even know if it was 1 month after that event, but God gave me a car that I can take my family ഞാൻ in. പറഞ്ഞതിന്റെ കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്. From your perspective, this might seem like a small matter. എന്നാൽ ഞാൻ പറയുന്നത്, നീ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അത് നീ പോലും പിന്നെ ഓർത്തില്ല, എന്നാൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ അത് രജിസ്റ്റർ ആയിക്കൊണ്ടെന്ന് നീ മനസ്സിലാക്കണം. But what I'm telling you is that sometimes we pray prayers that we forget about, but it is registered in the book of God. അതിന്റെ ഉത്തരം വന്നു കഴിയുന്ന 126 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആകുന്ന അവസ്ഥ. Your situation when that happens is like the psalmist exclaims in 126,
26 that my situation is unimaginable. ദൈവം സിയോന്റെ ക്യാപ്റ്റീവ്സിനെ മടക്കിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. They said when the captives returned back to the land, it's as if we were dreaming. അവര് തിരിച്ചു വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? Do you know the reason for their return? ദൈവം അവരോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു ഉടമ്പടി. There was a covenant, a promise that God had proclaimed to them. അന്ന് തിരിച്ചു വരുന്നവരത് പ്രതീക്ഷിച്ചിരുന്നില്ല. The people who are returning had no എന്നാൽ മറ്റു expectations, ചിലര് പ്രാർത്ഥിച്ചിരുന്നു. but there were others who were praying. ആ സമയമായപ്പോ കർത്താവ് അത് തികച്ചു. And when the time came, the promise was fulfilled. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി സാധ്യമാണോ? So do you now believe that this is... 24 വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചതിനൊരു ഉത്തരം കൂടെ കണ്ടെത്തിയിട്ട് തുടക്ക ഭാഗത്തേക്ക് പോകാം. Let me continue through verse 24 onwards. ഒരാൾ വായിച്ചാട്ടെ 24 വാക്യം. യെസ്. ആ ആ ആ ആമേൻ ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് സിയോനോട് പറയുകയാണ്, ഒരു സംസാരം നടക്കുന്നത് പോലെ ബദ്ധന്മാരെ വിടുവിക്കാമോ നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്ന്? അതായത് അവരെ പിടിച്ച് കെട്ടി അവരെ അടിമകളാക്കി അവരെ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ശക്തിയിൽ നിന്ന് അവരുടെ ബദ്ധന്മാരെ വിടുവിക്കാൻ കഴിയുമോ? So the Holy Spirit is asking a question. Can the prey be taken out of the mighty's hand and the captives be delivered from those that took them away? ആ ബന്ധനത്തിൽ കഴിയുന്ന ആ വ്യക്തികൾക്ക് അങ്ങനെ ഒരു സ്വപ്നമില്ല. The people who are in that captivity have no such dream. അത് കാണുന്ന വ്യക്തികൾക്ക് സമൂഹത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. And the people who are watching the captivity have no such expectations. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാണ്, yes, captives will be taken from warriors. 25 വാക്യം ഒന്ന് മലയാളത്തിൽ വായിച്ചു ഒരു പ്രാവശ്യം കൂടെ. ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം. ആമേൻ. ദൈവം ഉറപ്പിച്ചു പറയുകയാണ്, ഇങ്ങനെയുള്ള വിടുതൽ തീർച്ചയായിട്ടും നടക്കും. And God is affirming that such a deliverance will definitely അപ്പോൾ happen. ഞാൻ ഇവിടെ ഇന്ന് ഈ സഭയോട് പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യ ഭാഗം, So the first portion that I want to tell the നിങ്ങളുടെ church, ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, എത്രയും ടൈറ്റ് ലോക്ക് ചെയ്ത് ആ കീ പിശാച് അങ്ങ് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞതായിക്കൊള്ളട്ടെ, എന്നാലും സ്വർഗത്തിലെ ദൈവം ഇടപെടുമ്പോൾ അതിനൊരു വിടുതലുണ്ടാവും. today the Lord is telling you, no matter how tightly that lock is locked with the key, the God of heaven will release you from your captivity. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിച്ച് വിടാനല്ല ഞാൻ പറയുന്നത്. I'm not just trying to excite you about such a possibility. എന്നാൽ ഞാൻ യേശു കർത്താവ് പറഞ്ഞ വാക്ക് വെച്ച് നിങ്ങളോട് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്, തീർച്ചയായും നടക്കും. അവൻ എന്താ പറഞ്ഞത്? ആ മനുഷ്യൻ ചോദിച്ചു, കർത്താവേ നീ വിചാരിച്ചാ നടക്കുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, yes, I am willing. I'm trying to remind you about the word that even Jesus spoke to the man who said, Lord, if you will, it can happen. And Jesus said, yes, I'm willing. അവൻ നിന്നോട് പറയുന്നത്, സഭയോട് പറയുന്നത്, വ്യക്തിജീവിതങ്ങളോട് കുടുംബങ്ങളോട് പറയുന്നത്, yes, I am willing. Today the Lord is speaking to the church, to individuals and families, yes, I'm willing. നിഷ്കണ്ടകന്റെ കയ്യിലായിക്കൊള്ളട്ടെ, തുറന്നു വരാത്ത വാതിലുകൾക്കകത്തായിക്കൊള്ളട്ടെ, അതിന്റെ ഒക്കെയും അവസ്ഥകളെ മാറ്റി ദൈവം തീർച്ചയായും ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സഭയോട് വിളിച്ചു പറയുകയാണ്. You might be in the hands of your captivator, you might be in the hands of the destroyer, but the Lord is saying, I'm going to pull you out of those hands. ഇന്ന് ഇവിടുന്ന് പോകുന്ന ഉടനെ ഒരു ഉറപ്പോടെ പോകണം. Today you need to go home with a confidence. ഇന്ന് ഇവിടെ എഴുന്നേൽക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിലെ ആ പ്രതീക്ഷയറ്റ വിഷയത്തെ പറ്റി ഇന്ന് ഉറപ്പോടെ പോകണം. എന്റെ ദൈവം അതിനകത്ത് നിന്ന് എനിക്ക് തീർച്ചയായിട്ടും വിടുതൽ തരാൻ Today you പോകുകയാണ്. need to go home with a great assurance that my God will bring me out of this exile. Hallelujah. Hallelujah. നാലാമത്തെ വാക്യത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. I'm going to come back to verse 4. വായിച്ചാട്ടെ. ആമേൻ. അപ്പോൾ നോയിക്കേ, ഈ വ്യക്തി, ഞാൻ പറയുന്നു, ഇത് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തില്
ആ കൽവറി ക്രൂശിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ താൻ സ്നേഹിച്ച, താൻ സൗഖ്യമാക്കിയ, താന് അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ആ ജനം തന്നെ അവനെ ക്രൂശിക്കുമ്പോൾ മാനുഷികമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പരിശ്രമം വ്യർത്ഥമായി. Jesus Christ, after being crucified by the very people that he healed and the very people that he delivered, is now exclaiming through this prophetic word, all my labor has been in vain. എന്നാൽ ആ കാര്യം പറഞ്ഞു നിർത്താതെ താൻ ഒരു കാര്യത്തെ ചേർത്ത് പറയുകയാണ്. But without stopping there, he adds on an additional word. പറയുകയാണ്, ആ വാക്യത്തിന്റെ സെക്കൻഡ് ഹാഫ് പറയാണ്, yet what is due me is in the Lord's hand and my reward is with my God. And he adds on, surely my reward is with the Lord and my work is with my God. ഇദ്ദേഹം പറയുന്ന വിഷയം എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ബ്ലീക്ക് ആയിട്ട് കാണുമ്പോഴും എനിക്കറിയാം എൻ്റെ റിവാർഡ്, എൻ്റെ റിസൾട്ട് എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. He is exclaiming that even when all my labor has come up in vain, there is a reward in the hand of my ആ God. ഗെത്സമനയിലെ അവന്റെ വിയർപ്പോടുകൂടി അവന്റെ രക്തവും ഒഴുകുന്ന സമയത്ത് As he is bleeding out of his sweat glands in the Garden of Gethsemane, പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനോട് പറയുമ്പോൾ, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്റെ മുമ്പിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുമ്പോൾ, and as he is crying to the Father, Lord, if it is thy will, let this cup pass from me. ഈ മൊമെന്റ് അവിടെ ക്ലൈമാക്സിൽ വന്ന് നിൽക്കുകയാണ്. This moment is reaching its climax. എന്നിട്ട് യേശു പറയുകയാണ്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം But നടക്കട്ടെ. even there Jesus calls out and says, yet not my will but thy will be done. അത് എബ്രായ ലേഖനവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, മുമ്പിൽ വെച്ചിരിക്കുന്ന ആനന്ദത്തെ കണ്ടിട്ട് അവൻ ക്രൂശിനെ സഹിക്കാൻ തന്നെ താൻ ഏൽപ്പിച്ചു When you കൊടുത്തു. put that together with the letter to the Hebrews, you will understand, having seen the joy set before him, he considered it worthwhile. അപ്പോൾ ആ മൊമെന്റിൽ റിസൾട്ട് ഇല്ലാത്ത ഒരു വിഷയം, That was a resultless moment in that moment. ആ മൊമെന്റിലെ സകല മനുഷ്യരുടെ മുമ്പിൽ നിന്ദാപാത്രമായി തീരുന്ന ഒരു അനുഭവം. In that moment, it was an experience of being a vessel of shame in the eyes of all people. ശക്തിയും അധികാരവും ബലവും ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മൊമെന്റ്. It was a moment of surrender, having all the strength and all the power, choosing to not use it. എന്നാൽ ആ മൊമെന്റിലെ വേദനയ്ക്കകത്തും ദീർഘശ്വാസത്തിനകത്തും ആ രക്തമൊഴുക്കലിന്റെ നടുക്കം അവൻ അറിയാം, എന്നെ കാത്തൊരു ആനന്ദമയം വെയിറ്റ് ചെയ്യുകയാണ്. Even in the moment of those tears and the blood oozing out of his body, he knows there is a reward ahead of me. അവൻ അറിയാം, ഞാൻ ഇന്ന് അടക്കപ്പെട്ടാൽ, ഇന്ന് ക്രൂശിൽ കഷ്ടം സഹിച്ചാൽ, ഒരു ഞായറാഴ്ച ഒരു 3-ാം ദിവസം വരുന്നുണ്ട്, ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം. He knows that even if I am buried today, there is a Sunday ahead of me where I will be resurrected. ഇത് ഞാൻ ചുമ്മാതെ പറയല്ലെന്ന് അടുത്ത വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. Let's read the next verse also to understand this. 5-ാമത്തെ വാക്യം, Verse 5. ആ വാക്യത്തൊന്ന് അടിവരയിട്ട് കണ്ടോണേ, എന്നെ. I want you to underline the term me. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. Read it again, please. അപ്പോഴ് ഈ വ്യക്തി പറയുകയാണ്, യാക്കോബിനെ, ഇസ്രയേലിനെ ദൈവസന്നിധിയിൽ വിളിച്ചു വരുത്തുവാൻ, ശേഖരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നാൽ എഴുതിയിരിക്കുന്നത് എന്നെ വിളിച്ചിരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. This individual is calling out to bring Jacob and Israel back to God. He has formed me and created me. അതായത് 14-ാം വാക്യത്തിൽ സിയോൻ പറയുന്ന ഒരു വിഷയം, യാക്കോബ് പറയുന്ന ഒരു വിഷയം നമ്മൾ കാണുന്നു. എന്നാൽ ഈ വ്യക്തി പറയുകയാണ്, ആ പരാതിപ്പെടുന്ന സിയോനെയും യാക്കോബിനെയും വിളിച്ചു വരുത്തുവാൻ അവൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. We read about Zion's cry in verse 14, and as a response to that cry, this individual is saying, God has created me to bring those people back from അതായത് captivity. ഞാൻ പറയുന്നത്, ഇത് പ്രവാചകന്റെ സ്വന്തം ജീവിതത്തെ പറ്റിയുള്ള കാര്യമല്ല, സിയോൻ എന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ വാക്കുകളല്ല, എന്നാൽ അതിലുപരിയായിട്ട് അവർക്ക് വിടുതൽ തരുന്ന ഒരുവന്റെ ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുകയാണ്. This is not just a word about a prophet or about a place called Zion. Above that, this is about the freedom coming through someone greater than this. അപ്പൊ ഇനി മുമ്പോട്ട് നോക്കിയാട്ടെ, അവൻ എന്ത് പറഞ്ഞു?
ആ, ഞാൻ യഹോവയ്ക്ക് മാന്യനും. അപ്പൊ ഈ വ്യക്തി തന്റെ ജീവിതത്തിന്റെ ആ ക്രൂഷ്യൽ നെഗറ്റീവ് മൊമെന്റിനകത്ത് നിന്ന് വേറൊരാൾക്ക് തന്നെ ആശ്വസിപ്പിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഏറ്റു പറയുകയാണ്, ഞാൻ യഹോവയുടെ കണ്ണിൽ മാന്യനാണ്. Even though he is on the cross, this individual, rather than allowing someone else to comfort him, he is declaring, I am great in the eyes of the Lord. അവൻ എന്റെ ശക്തിയും ബലവുമാണ്. He is my strength. ഇന്ന് ആ മശിഹായുടെ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന സഭയും ഇവിടെ ഇരിക്കുന്ന വിശ്വാസി അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നോട് ഞാൻ പറയുകയാണ്, നീ വിളിച്ചു പറയണം, ഞാൻ അവന്റെ മുമ്പിൽ മാന്യനാണ്, അവൻ എന്റെ ശക്തിയാണ്. As believers and as members of the household of God, of the body of Christ, you can also call out that I am precious in the eyes of the Lord. നീ ഇന്ന് കാണുന്ന സാഹചര്യക്കാളല്ല ഉപരിയായിട്ട് അവൻ നിന്നെ ഒരു വലിയ പർപ്പസിന് വേണ്ടി അവൻ വിളിച്ചിരിക്കുകയാണ്. God has given you and called you to a greater purpose, bigger than the current situations of your life. ഹല്ലേലൂയ. Hallelujah. എന്നിട്ട് പിന്നെ 6-ാം വാക്യം പറയുന്നത്, Then we read in verse 6. ആ, യെസ്, ആ, 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 ആമേൻ, ആമേൻ. നോക്കിയാട്ട് പറയുകയാണ്, യാക്കോബിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചെറിയ കാര്യം മാത്രമല്ല ഞാൻ നിന്നെ പറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. We notice here the plan of God is not just that I need to use you to bring Jacob back. എന്നാൽ ജാതികൾക്ക് എന്നെ ഒരു പ്രകാശമായി വെച്ചിരിക്കുകയാണ്. The Bible says I have made you a light to the Gentiles. അത് വായിക്കുന്നത് നമുക്കറിയാം, ഇത് യേശു കർത്താവിനെ പറ്റിയാ പറയുന്നത്. When you read that, you know this is about Jesus. എന്നാൽ ഇവിടെ ഇസ്രായേലിനെ പറ്റിയുള്ള വാക്കിന്റെ ഒരു എക്കോയും അവിടെ ഉണ്ട്. But there is also an echo of a prophetic word to Israel. എന്നാൽ ഈ വാക്യത്തിന്റെ ഇതേ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തില് പൗലോസ് തന്നെ പറ്റിയും ബർന്നബാസിനെ പറ്റിയും പറയാൻ വേണ്ടി അവരവിടെ ഉദ്ധരിക്കുന്നുണ്ട്. We read that the same words are being used by Paul concerning him and Barnabas in Acts chapter 13. അവരവിടെ പറയുന്നുണ്ട്, I will also make you a light for the Gentiles that you may bring my salvation to the ends of the earth എന്ന് പറയുന്ന ഭാഗം പൗലോസ് അതിനെ ഉദ്ധരിച്ച് ജനത്തോട് പറയുകയാണ്, ദൈവം എന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ കോട്ട് ചെയ്യുന്ന വചനഭാഗം എന്തുവാ? മശിഹായെ പറ്റി പറഞ്ഞ വചനഭാഗം. Paul is quoting the prophecy concerning Messiah as he refers to himself and Barnabas, that I have made you a light to the Gentiles. അവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. That is where I am speaking from this ഈ morning. വാക്യങ്ങളിൽ തുടങ്ങി ഇതിന് 13-ാം വാക്യത്തിൽ വരെ വരുന്ന ദൂതുകള്, This word all the way to verse 13 and all the messages within, ഇതൊരു സെർവന്റ് സോങ്ങിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച് അവിടെ അടച്ചുപൂട്ടി മനസ്സിലാക്കി വെക്കരുത്. don't just call this the servant song and close it away. നീ മനസ്സിലാക്കണം, അത് നമ്മുടെ യേശു കർത്താവിനെ പറ്റി ഉള്ളതായതുകൊണ്ട്, അവന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായതുകൊണ്ട് അത് എന്നെ പറ്റി കൂടെ ഉള്ളതാണ്. You need to understand that even though this is about Jesus Christ, because I am a member of the body of Jesus Christ, എന്നെ this പറ്റി കൂടെ concerns കർത്താവ് me. പറയുകയാണ്, it is too small a thing for me to do whatever I am doing. Concerning me, God is asking, is this too small a thing for me to do? അവൻ എന്നെ പറ്റിയുള്ള പ്ലാനുകൾ ഗ്രേറ്റർ ആണ്, വൈഡർ ആണ്, ഞാൻ ഇതുവരെ പെർസീവ് ചെയ്യാത്തതാണ്. The plans that God has concerning me are greater and wider and imperceivable for me. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? Are you with me? ഞാൻ ഈ ലെവലിൽ പ്രസംഗിക്കുന്നത് നിങ്ങളെല്ലാം വചനം അറിയാവുന്നവരായതുകൊണ്ടാണ്. The reason I'm preaching at this level is because you know the word. ഇല്ലെന്നുണ്ട് ഞങ്ങളുടെ സഭയിലൊന്നും പോയി ഇത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. Otherwise I cannot preach like this in my എല്ലാം church. സാധാരണക്കാരാണ്. They're all ordinary people. നിങ്ങൾ അതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ നിൽക്കണം. So you need to stand with me. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി മനസ്സിലാകത്തില്ല. If not, you will not understand half of this. ഇവിടെ പറഞ്ഞു വെക്കുന്നത് അടുത്ത വാക്യം നോക്കിക്കാട്ടെ. Look at what the next word is saying. 7-ാമത്തെ വാക്യം Verse മുമ്പോട്ട്. 7. ആ, 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 യെസ്, ആ, ആ, യെസ്, ഓ, യെസ്, യെസ്, ആമേൻ, ആമേൻ, ആ, 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 ആ,
അപ്പോൾ നിൽക്കണേ, നമ്മൾ ഒരല്പം സ്ലോ ആയിട്ട് ഒന്ന് രണ്ട് കാര്യം അതിനകത്ത് നിന്ന് വെളിയിൽ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു. I want to bring out a few things slowly from this. ഒന്നാമത് താൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് kings will see you and rise up, princes will see and bow down. Verse 7. In verse 7, the first portion says, kings will see and even the princes will rise. അതിന്റെ കാരണം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, it is because he has chosen you. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവസഭ ഉത്തരേന്ത്യയിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവസഭ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്, എന്നാൽ തങ്ങളെ തന്നെ ഏറ്റവും ലോവർ ലെവലിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. I have seen this often in North India, but generally the church often sees itself as a lowly matter. അവരുടെ അമ്പലത്തിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഞങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ള രീതി, ഞങ്ങൾ ചെറിയ ജാതിക്കാര്. We say that those people go to the temple, we come here and we are a small group. എന്നാൽ ദൈവസഭയെ ദൈവമുണ്ടല്ലോ ഈ ഭൂമിയെ അവകാശമാക്കാൻ, അതിന്റെ മേൽ ആധിപത്യം വയ്ക്കാൻ, അതിന്റെ മേൽ അധികാരം വെക്കാൻ വേണ്ടി ദൈവസഭയെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. But God has created the church to rule the nations, to govern the land and to bless the people. ശരിക്കുമുള്ള അധികാരം ദൈവസഭയാണ് കൈകാര്യം ചെയ്യുന്നത്. Really speaking, it is the church of God that ought to exercise the authority of അത് നിങ്ങൾ God. മനസ്സിലായില്ലെങ്കിൽ ആത്മീക മണ്ഡലത്തിൽ നിങ്ങൾക്ക് യാതൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. If you don't understand that, you will never accomplish anything in the spiritual ഈ realm. ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം നിന്നോട് വിളിച്ചു പറയും നീ ഒന്നുമല്ല എന്ന്. All of your circumstances will tell you you are nothing. നിന്നോട് പറയും നിന്നെ ആരും അറിയത്തില്ല, നീ എത്ര കടന്ന് അലച്ചാലും, എത്ര കടന്ന് പ്രാർത്ഥിച്ചാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര ഷൗട്ട് ചെയ്താലും ഇത്രേ നടക്കാൻ പോകുന്നുള്ളൂ. All these things will tell you, no matter how much you pray, how much you scream, how much you wait, nothing will happen. This will be the എന്നാൽ same. ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുകയാണ്, നിന്റെ ലെവല് ലോക രാജാക്കന്മാരുടെ ലെവലിനെക്കാട്ടി കൂടിയതാണ്. But today the Holy Spirit is telling the church, your level is higher than the level of the kings of the earth. അതുകൊണ്ടാണ് രാജാക്കന്മാർ അവനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. And that's why the kings will rise up before you. അന്ന് യേശു പീലാത്തോസിന്റെ മുമ്പിൽ നിന്നപ്പോൾ, യേശു അവിടെ നിൽക്കുമ്പോൾ പീലാത്തോസ് അവനെ കണ്ടിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ യേശു ആത്മീക മണ്ഡലത്തിൽ മുമ്പോട്ട് നടക്കാനുള്ള ചിലതിനെ കാണുകയായിരുന്നു. We see that when Jesus was approaching the Pilate did not stand up to Jesus, but in the midst of that Jesus was envisioning a greater അവനെ vision. ക്രൂശിക്കാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചു കൊടുത്തു. He gave himself to be crucified. എന്നാൽ യേശുവിന് അറിയാൻ ഞാൻ രാജാവായി വരുന്ന ഒരു ദിവസമുണ്ട്. But Jesus knows there is a day when I will return as the king. സകല മുഴങ്കാലും മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. There is a day when every knee will bow. രാജത്വം പ്രാപിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദിവസം. A day when I will stand before the Father in my kingship. ഞാൻ പറയട്ടെ, ദൈവസഭ തന്നെ അങ്ങനെ കാണാനായിട്ട് തുടങ്ങണം. The Holy Church must always remember to see yourself in that light. അധികാരത്തിൽ ചലിക്കുന്ന സഭ, A church that shines in authority. എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടെ ചെറുതാക്കി പറയട്ടെ. നീ സഭയുടെ അംഗമായതുകൊണ്ട് നീ നിന്നെ തന്നെ കാണുന്നത് നിന്റെ പൈസയുടെ ബലത്തില്, നിന്റെ ബംഗ്ലാവിന്റെ ബലത്തില്, നിന്റെ ജോലിയുടെ ബലത്തിലാകരുത്. എന്നാൽ ഞാൻ ആ സഭയുടെ ഭാഗമായതുകൊണ്ട് എന്നെ അധികാരിയായി ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് കാണാൻ Do തുടങ്ങട്ടെ. not see yourself from the perspective of your job, your career or your salary, but in the perspective of being a member of the body of Jesus Christ. ഞാൻ തുടർച്ചയായിട്ട് മിക്കവാറും ആഴ്ചയില് വിടുതലിന്റെ പിശാചുക്കളെ, ദുഷ്ടാത്മാക്കളെ ഇറക്കുന്ന ഒരു ശുശ്രൂഷ ഞങ്ങളുടെ സഭയിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ കാണുന്ന ഒരു ഒബ്സർവ് ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. Something that God has been using us to do is deliverance ministry in many people's lives in our church. One thing I've observed. യേശുവിന്റെ നാമത്തിൽ ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി എത്രമാത്രമെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ പിശാച് നിന്നെ ഇട്ട് വട്ടുതട്ടും. I have observed that even though there is power in the name of Jesus, if you don't understand the gravity of that power, you cannot exercise it. 100 പ്രാവശ്യം യേശു 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 എന്ന് പറഞ്ഞാലും പിശാച് ഓടത്തില്ല. എന്നാൽ നിന്റെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ യേശു അധികാരം വെക്കുന്നവനാണ്, അവന്റെ ശക്തി എന്റെ മേലുണ്ട് എന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ അവിടെ ശക്തി വ്യാപരിക്കും. Even if you shout Jesus 100 times, nothing would happen. But if you believe in the power of Jesus and you understand that power, demons will flee before you. പലപ്പോഴും പിശാചുക്കൾ ഇങ്ങനെ നമ്മളെ ഡിമോറലൈസ് ചെയ്തുകൊണ്ട് നീ ഒന്നും അല്ലെന്നുള്ള രീതിയിൽ ആക്ട് ഔട്ട് ചെയ്യാനായിട്ട്. Sometimes demons try to tell you that you are nothing to demoralize you. നീ പോയിട്ട് വേറെ ആരെങ്കിലും വിടാനെന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കും. He will
tell you, go cast someone else out. എന്നാലും നീ അധികാരത്തോടെ നിന്ന് അധികാരത്തോടെ കൽപ്പിക്കുന്നോടെ പെട്ടെന്ന് അവന്റെ മുഖം വാക്കുകളൊക്കെ മാറിയിട്ട് കരയാനായിട്ട് തുടങ്ങും. If you stand in authority and if you work that authority, his face will change quickly. ഞാൻ പറയട്ടെ, ദൈവസഭയെ രാജാക്കന്മാര് നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. Let me tell you, church of God, kings will rise before നീ you. എഴുന്നേൽക്കുമ്പോൾ, സഭ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് മുമ്പിൽ വഴി തുറക്കപ്പെടും. When the church stands up, the way is opened for you. ഹല്ലേലൂയ. Hallelujah. ദൈവസഭ അധികാരത്തെ അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയമാണിത്. That this is a time when the church understands the authority and walks in that authority. എട്ടാമത്തെ വാക്യത്തില് ഒന്ന് വീണ്ടും വായിക്കാം. Let's read verse 8 once again. ആ ആ ഞാൻ നിന്നെ കാത്തു എന്ന് മാത്രമാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. എട്ടാമത്തെ വാക്യത്തില് ഒരു വാക്യപ്രകാരം പറയുന്നുണ്ട്. ഞാൻ NIV വായിക്കുന്നത്. ഐ വിൽ കീപ് യു ആൻഡ് വിൽ മേക്ക് യു ടു ബി എ കവനന്റ് ഫോർ ദ പീപ്പിൾ. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. നിന്നെ ജനത്തിന് നിയമമാക്കി വെച്ചിരിക്കുന്നു. I have made you a covenant to the people. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസാണ്. That is a very important phrase. ദൈവം ജനത്തോട് കവനന്റ് അല്ലെങ്കിൽ ഉടമ്പടി ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. God has created a covenant with people. മോശയോട്, അബ്രഹാമിനോട് അങ്ങനെ ദൈവം ഉടമ്പടി ഉണ്ടാക്കി. So Moses, Abraham and many others had a covenant. എന്നാൽ അവിടെയൊന്നും ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. But a word that is not used there is used അവിടെ here. പറയുന്നത് ഞാൻ നിന്നെ ഒരു ഉടമ്പടിയാക്കി വെക്കുന്നു. It is written here that I have made you a covenant. ഞാൻ നിന്നെ ഒരു നിയമമാക്കി വെക്കുന്നു. I have made you a covenant. അതായത് ദൈവം പറഞ്ഞു വെക്കുന്നത്, എന്റെ ഉടമ്പടിയുടെ ഉറപ്പ് നിന്നെ നോക്കിയാൽ ജനത്തിന് കാണാൻ കഴിയും. In other words, God is saying the assurance of my covenant will be clear when the world sees you. ദൈവം വിശ്വസ്തനാണ്, അവൻ ആരെ കൊണ്ടും ആണയിടണ്ട, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ദൈവം പറയാ, നിന്നെ ജീവിതത്തിൽ ഞാനൊരു പ്രവൃത്തി ചെയ്തിട്ട് നിന്നെ നോക്കുമ്പോൾ ആളുകൾ പറയും, എടാ ഇവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചവനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വലിയവനായ ദൈവമാണ്. അങ്ങനെ ഒരളവിൽ ദൈവസഭയുടെ അകത്ത് ദൈവം പ്രവൃത്തി ചെയ്യും. The world will understand that God is faithful, God is good by looking at the work of God in each and every one of your lives. നിന്നെ നോക്കിയിട്ട് ജനം പറയും, ഇങ്ങനാണ് ഈ ദൈവം പ്രവർത്തിക്കുന്നതെങ്കിൽ എനിക്കിനി പ്രൂഫ് വേണ്ട, കാരണം അവന്റെ പ്രവർത്തികൾ ഞാൻ ഇവന്റെ ജീവിതത്തിൽ കാണുകയാണ്. When they look at the work of God in your lives, the world will say, I don't need any further proof because I can see it in your life. കാരണം നിന്റെ ജീവിതത്തിൽ അവന്റെ ഫിംഗർ പ്രിന്റ് ലോകത്തിന് കാണാൻ കഴിയുന്നുണ്ട്. Because the world can see the fingerprint of God over your life. നിന്റെ ജീവിതത്തിലെ ഉയർച്ചയില് അവർക്ക് അവന്റെ ഫിംഗർ പ്രിന്റ് കാണാൻ കഴിയുന്നുണ്ട്. The world can see the fingerprint of God in your exaltation. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവസഭയെ ദൈവം പുതിയൊരു റലത്തിലേക്ക് മൂവ് ചെയ്യിക്കാൻ The കൊണ്ടുപോവുകയാണ്. Lord is changing the church into a new realm. കഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ജനമായിട്ടല്ല, എന്നാൽ അവന്റെ നിയമമായിട്ട് ഭൂമിയുടെ പരപ്പിൽ നടക്കുന്ന ജനം. We are no longer a people that cry in agony. We are a people that are moving in His ശാംബ്രെ power. ബെറാബാലഗ സാന്തെരെ കരഗടഗരഗദന അന്തലെ പ്രബാലഗ സിയാതെര ജഡാല ഭൈരവല ദിവാല ഭൈഡ പ്രവരാജന ദിഗേ. ഓ ഈ മർമ്മമകത്ത് കയറട്ടെ, ഈ വചനമകത്ത് കയറട്ടെ, ഈ വെളിപ്പാടകത്ത് കയറട്ടെ, യേശുവിന്റെ നാമത്തിൽ. Receive this revelation today Leya in the rombra name of rombra le moro Jesus. pramamana resekeya. Glory, 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 glory. Hallelujah. നിന്നെ ഒരു നിയമമാക്കി അവൻ മാറ്റാൻ പോകുകയാണ്. God is going to change you into a covenant. നിന്നെ നോക്കുന്നവർ അത്ഭുതപ്പെടാൻ പോകുകയാണ്. The people that will see you will be astonished. കാരണം നീ മറ്റു മനുഷ്യരെക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ടവൻ മാത്രമല്ല, സ്വർഗം ഇറങ്ങി വരുന്ന വ്യക്തിയായിട്ട് മാറാൻ You're പോകുകയാണ്. not just an individual who's a little higher than the world around you. You are an individual in which heaven has come down. ഹല്ലേലൂയ. Yeketele. ഞാൻ പെട്ടെന്ന് ഒരു ഒറ്റ മിനിറ്റിൽ ഒരു കാര്യം കൂടെ പറയേണ്ടത് ആവശ്യമുണ്ട്. ബേഥേലില് യാക്കോബ് കിടന്നപ്പോ അവൻ കണ്ട കാഴ്ചയെന്ന് ഓർത്തേ.
There was a vision that Jacob saw when he was in Bethel. സ്വർഗദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച. Angels of the Lord ascending and descending. അവന്റെ മേലെ അവന്റെ മുകളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ ഉള്ള ഒരു കാഴ്ച. A vision where the angels of God are ascending and descending upon him. അവിടെ ആ കാര്യം അത്രയും ക്ലിയർ അല്ല. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, you will see the angels descending and ascending upon the Son of Man. Now it is much more clear when Jesus tells his disciples the angels of God will descend and ascend upon the Son of അതിന് Man. പല മാനങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം അവിടെ പ്രത്യേകമായിട്ടുള്ളത്, There are many important truths there, but one important point. യേശു പറഞ്ഞു വെക്കുന്നത് സ്വർഗം തുറന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ നടക്കുന്നത് നിങ്ങൾ കാണും. You are about to see that I am a person upon which heaven is always open. അതായത് ചുറ്റുപാടും അന്ധകാരമാണ്. There is darkness all around me. എന്നാൽ ഇവിടെ ഒരു ടണൽ പോലെ എന്റെ മേളിലെ സ്വർഗം ഇങ്ങനെ തുറന്നു നിൽക്കുന്നു. But there is a tunnel-like portal of heaven opening above me. മനസ്സിലാവുന്നുണ്ടോ? നീ വിചാരിക്കും, ഓ എന്റെ കാര്യമൊക്കെ നടക്കട്ടെ, അതിനുവേണ്ടി ഞാൻ ചർച്ച വന്നിരിക്കുകയാണ്. പക്ഷെ ദൈവം ഉണ്ടല്ലോ നിന്റെ ജീവിതത്തെ വേറൊരളവിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. Let me tell you, God wants to elevate your life to the next realm. ഓ ദൈവത്തോട് സംസർഗത്തിൽ വരുന്ന വ്യക്തി, A person that is constantly in connection with അത് God. യേശു മാത്രമല്ല, യാക്കോബിന് മുമ്പിലും അങ്ങനെ തുറക്കപ്പെട്ടു. ഇന്ന് ദൈവ സഭയ്ക്ക് വേണ്ടി അങ്ങനെ തുറക്കപ്പെടുകയാണ്. ഒരു പോർട്ടൽ പോലെ സ്വർഗവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ കൊണ്ട് നടക്കുന്ന ഒരു ജനത. It was not just a portal for Jesus, it was open for Jacob, and now that portal is open above my life. ഈ 70 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബേഥേൽ സഭ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു പോർട്ടലായിട്ട് മാറുന്ന ഒരു അനുഭവം. I believe this Bethel church in which 70 people are gathering will become a portal where heaven is connected to this church. ഈ വെളിപ്പാട് നിന്റെ അകത്ത് കയറട്ടെ. This revelation must go into നീ you. നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിന്നോട് ചേർന്ന് നടക്കുകയാണ്, നിന്റെ മേൽ തുറന്നിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നടന്നാട്ടെ. Don't forget when you're walking there is an open heaven connected to you. ഓ നീ സംസാരിക്കുമ്പോൾ ദൈവ ശബ്ദം ജനം കേൾക്കാൻ പോകുകയാണെന്ന് നീ അറിഞ്ഞാട്ടെ. You need to know that people will hear the voice of God when you speak. നീ തൊടുമ്പോൾ കർത്താവിന്റെ സ്പർശനം ആളുകൾ അനുഭവിക്കാൻ പോകുകയാണെന്ന് നീ When അറിഞ്ഞാട്ടെ. you touch, don't forget people will experience the touch of God. ഓ ആ ഗദരദേശത്തെ മനുഷ്യൻ ആരാലും ബന്ധിക്കപ്പെടാത്തവൻ യേശു വന്നപ്പോ ഓടി വന്ന് കാൽക്കൽ വീണ പോലെ ലോക ശക്തികൾ നിന്റെ കാലിന്റെ മുമ്പിൽ വന്ന് വീഴുമെന്ന് നീ അറിഞ്ഞാട്ടെ. Just as the man in the country of the Gadarenes had demons that fell before Jesus, God is reminding you the powers of the world will kneel before the church of God. I will keep you and will make you to be a covenant for the people. ഞാൻ നിന്നെ ഒരു നിയമമായി തീർക്കും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? Do you know why? To restore the land, to reassign its desolate inheritance. 8ാമത്തെ വാക്യം അവസാനം ഒന്ന് വായിച്ചേ. ആമേൻ. ഇത് ഞാൻ ഇംഗ്ലീഷിലെ വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അത് 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. To restore the land. There are 4 things that are written here. Number 1, to restore the land. To reassign its desolate inheritance. To cause to inherit the desolate heritages. To say to the captives, come out. To bring the prisoners to come out. And to those in darkness to say to be free. അന്ധകാരത്തിൽ ഇരിക്കുന്നവർ വിടുതൽ പ്രാപിക്കാൻ പറയണം. അപ്പോൾ ദൈവത്തിന്റെ വചനയോടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ നിയമമായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ജനമായിരിക്കുന്ന യേശുവിന്റെ ശരീരമായിരിക്കുന്ന ദൈവസഭയ്ക്ക് ഈ 3 ഡയമെൻഷനിൽ അവരുടെ പ്രവർത്തികളെ ദൈവം ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുക. Jesus the Messiah and the body of Christ, the Bible says, will operate in these 3 realms. സഭയെ ദൈവം ഉപയോഗിച്ച് ദേശത്തെ റിസ്റ്റോർ ചെയ്യിപ്പിക്കും. The Lord will use the church to restore the earth. സഭയെ ദൈവം ഉപയോഗിച്ച് ഡെസലേറ്റ് ഇൻഹെറിറ്റൻസിനെ വീണ്ടും അതിനെ പ്രോപ്പർ ഓർഡറിൽ കൊണ്ടുവരും. The Lord will bring back into order all the desolate heritages of the land. ക്യാപ്റ്റീവ്സിനെ കാണുമ്പോഴേ സഭ നീ പറയും കം ഔട്ട്, അതായത് പിശാചുക്കളോട് നീ പറയും ഇറങ്ങി പോകാനായിട്ട്. When you see the captives you will declare come out, commanding the demons to go out.
അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് നീ പറയും ബി ഫ്രീ, അപ്പോഴത് നടക്കാൻ തുടങ്ങും. You will speak to those in darkness to be released, and you're about to see it. ഹല്ലേലൂയ. Yes, yes, yes. ദൈവസഭയെ നാളുകളിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുകയാണ്. God wants to use the people of God in the church. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോലും താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സഭ തന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ ആലോചന അറിഞ്ഞ് എഴുന്നേൽക്കണം. This evening the church must know the word of God concerning the church. നിന്റെ ജീവിതത്തിലെ ഈ നിമിഷം നിനക്ക് പരിശ്രമം വ്യർത്ഥമായി നിൽക്കുന്ന അവസരമായിക്കൊള്ളട്ടെ. This very moment of your life will be a moment of feeling like everything is in vain. എന്നാൽ നീ ഇത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റാട്ട്, എന്നാൽ എന്റെ ദൈവത്തിന്റെ കലത്തിന് എന്റെ പ്രതിഫലമുണ്ട്. Even then I want you to rise up and say, my reward is with my God in heaven. കാരണം നീ അത് പറയുമ്പോ ദൈവത്തിന്റെ പ്ലാനുമായിട്ട് നീ അലൈൻ ആകുകയാണ്. Because when you are saying that, you are aligning yourself with the plan of God. ദൈവത്തിന്റെ ഉദ്ദേശവുമായിട്ട് നീ അലൈൻമെന്റിൽ വരികയാണ്. You are coming into alignment with the purpose of God. അവന്റെ ഉദ്ദേശം അനുസരിച്ച് സഭയെ, ഓ പ്രിയ ജനമേ, അവൻ നിന്നെ ഉപയോഗിച്ച് അനേകർക്ക് ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ പോകുകയാണ്. According to the purpose of God, church of God, God is going to make you a blessing to the nations. നീ സിയോനെ പോലെ ദൈവമേ നീ എന്നെ മറന്നെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് മൂലയ്ക്ക് പോയിരിക്കരുത്. Do not be like Zion, complaining that God has forgotten you and crying in a corner. ഓ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി വലുതായിരിക്കാം, എന്നാൽ നീ സിയോന്റെ വാക്കുകൾ പറയാതെ യേശു കർത്താവിന്റെ വാക്ക് പറയാൻ തുടങ്ങിയാട്ടെ. Even though your circumstances are dire, don't say what Zion said, say what Jesus said. നിന്റെ സാഹചര്യത്തെ മനസ്സിലാക്കുന്നവർ ആരുമില്ലായിരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തെ നീ എതിരിടുകയായിരിക്കാം, എന്നാലും നീ നിന്റെ വാക്കിന് മാറ്റിയാട്ടെ. You might be facing the greatest problem of your life and the direst moment of your life, but declare what Jesus has നീ declared. നിന്റെ വാക്ക് മാറ്റുമ്പോൾ, നീ നിന്റെ ചിന്ത മാറ്റുമ്പോൾ, നീ സിയോനെ പറ്റി അടിഞ്ഞു പോകാതെ നീ യേശു കർത്താവിനെ പോലെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ പ്രാപിക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ട് എഴുന്നേൽക്കപ്പെടും. When you declare what Jesus is saying, when you change your declaration, you will not be like Zion, but like Jesus in alignment സഭ with the ദൈവസന്നിധിയിൽ purpose. എഴുന്നേറ്റ് നിന്നാട്ടെ. Let us all stand up in the presence of കരങ്ങളെ God. ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ടെ. Every hand lifted to ഇന്ന് ഈ God. വചനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, If you understood this word this ഇന്ന് ഈ evening, വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ കയറിയെങ്കിൽ, if you got this revelation inside, ഇന്ന് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നിന്റെ വാക്കുകൾ നിന്റെ ചിന്തകളൊന്ന് മാറ്റിയാട്ടെ. I want you to change your words and your thoughts in the presence of God tonight. കാരണം നീ വാക്ക് മാറ്റുമ്പോൾ സ്വർഗം നിന്നെ പറ്റിയുള്ള ഉദ്ദേശങ്ങളെ അൺലീഷ് ചെയ്യാനായിട്ട് തുടങ്ങും. When you start to change your declaration, God is going to unleash His purpose over you. നിന്നെ പറ്റി നാളുകളായിട്ട് ഉണ്ടായിരുന്ന ദൈവിക പ്ലാനുകൾ നിന്റെ ജീവിതത്തിൽ അത് പെട്ടെന്ന് ആക്സിലറേറ്റ് ആയി പ്രകടമാകാനായിട്ട് തുടങ്ങും. The purpose of God concerning your life, created for many years, is about to accelerate in a ദൈവം നിന്നെ ഒരു moment's notice. നിയമമാക്കി മാറ്റി നിർത്തും. He will make you a covenant in the land. നിന്റെ ജീവിതത്തിനകത്തൂടെ അവൻ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. He will reveal His glory through your life. ഓരാ ഭ്രാമരാന്തലേ ഭ്രാമരയന്തലയാ ലെപ്രവേല ബോലബോരു ബലവാശിയ ലാംബ്രബോരു ബലവാസെ ഖതുരിയ പ്രവര ബരബബബബ സാംബ്രബരയ ഖോടാല ബലബര ബലബരയ സയതോര ലാംബ്രബോരു ബരബര ബലവാസെ യന്തല ഖടഗരഗര ബരബ അന്തല ബരബര ബലബരബ. ദൈവസഭ, ദൈവത്തിന്റെ ദാസന്മാർ ഈ ദൈവിക ആലോചനയിൽ അഭിഷേകത്തിൽ കയറി നിൽക്കാൻ തുടങ്ങിയാട്ടെ. All the servants of God stand in the anointing of this word this evening. അവന്റെ പർപ്പസ് സഭയിലൂടെ ദൈവജനത്തിലൂടെ ദൈവം ഫുൾഫിൽ ചെയ്യുന്ന സീസൺ ആണിത്. This is the season where God wants to fulfill the purpose of God over your life. Hallelujah, 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 hallelujah. Hallelujah.